ആ ഗുണ്ടകളെല്ലാം മണിക്കൂറുകൾക്കുള്ളിൽ ജാമ്യത്തിറങ്ങിപ്പോയി സർ. അവർക്ക് വേണ്ടി ക്യൂ നിൽക്കുകയാണ് ആവശ്യക്കാർ. ഈ നാട്ടിലെ ഇടത്തരക്കാരും പാവങ്ങളും ഒക്കെ ഗുണ്ടകളെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുകയാണ് സാർ. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇവിടെ നടന്ന 90% കൊലപാതകങ്ങൾക്കും ആത്മഹത്യകൾക്കും പിന്നിൽ ഗുണ്ടകളും അവർക്ക് പുറകിലുള്ള തൽപര കക്ഷികളുമാണെന്ന് നിസ്സംശയം പറയാം സർ. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ഇവിടെ ഉണ്ടായിട്ടുള്ള സർവ്വ ഗുണ്ടാവിളയാട്ടങ്ങളുടെയും അക്രമങ്ങളുടെയും സത്യസന്ധമായ കേസ് ഹിസ്റ്ററി എനിക്കുടനെ വേണം, വിത്ത് ഇമ്മീഡിയറ്റ് എഫക്ട്. സാർ, ഈ ഫയലുകളൊക്കെ ഒന്ന് പഠിക്കണം. കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് കേരളത്തിലുണ്ടായിട്ടുള്ള ഞെട്ടിക്കുന്ന അക്രമങ്ങളുടെ സത്യസന്ധമായ ഡീറ്റെയിൽസ് ആണിത്. 300-ലേറെ കൊലപാതകങ്ങൾ, 2000-ലേറെ ആത്മഹത്യകൾ, 3000-ലേറെ ആത്മഹത്യാ ശ്രമങ്ങൾ, അക്രമങ്ങളിൽ അംഗമംഗം വന്നവർ 6000-ലേറെ. എന്നിട്ടോ ബന്ധപ്പെട്ട കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടത് വെറും 12 പേർ. വ്യക്തമായ തെളിവുകളോ സാക്ഷിമൊഴികളോ ഇല്ലാതെ രക്ഷപ്പെട്ടവർ 650-ലേറെ. ഇനിയും പോലീസിന് കണ്ടുപിടിക്കാൻ പറ്റാത്ത കേസുകൾ 100-ലേറെ. ഇതൊക്കെ ആ അവറാച്ചനും അതിനു മുമ്പ് പ്രതിപക്ഷവും ഭരിച്ചിരുന്നപ്പോഴാ. സാർ, മറ്റുള്ളവരുടെ മേൽ പഴിചാരി രക്ഷപ്പെടാനുള്ള തന്ത്രമല്ല ഇപ്പോൾ ആവശ്യം. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? ഇതൊക്കെ അന്വേഷിക്കേണ്ട ചുമതല പോലീസിനല്ലേ? സമയമുണ്ടെങ്കിൽ താൻ തന്നെ പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിക്കടോ. താങ്ക് യു സാർ, ഈ പെർമിഷൻ മാത്രം മതി. നിക്ക് ഞാനൊരു ആവേശത്തിന് പറഞ്ഞു വെച്ച് എന്താ തന്റെ ഉദ്ദേശം? സാർ, ഞാൻ പറഞ്ഞില്ലേ ഈ അക്രമങ്ങളുടെ എല്ലാം പിന്നിൽ ഗുണ്ടകളാണെന്ന്. അതൊക്കെ ആർക്കറിയാൻ പാടില്ലാത്തത്? എങ്കിൽ പിന്നെ ഈ ഗുണ്ടാവിളാട്ടം നമുക്ക് അങ്ങ് അവസാനിപ്പിച്ചൂടെ സാർ? ഈ നാട് നന്നാവണമെങ്കിൽ, ജനങ്ങൾക്ക് പേടി കൂടാതെ ജീവിക്കണമെങ്കിൽ കേരളത്തിൽ അടിയന്തരമായി ഗുണ്ട ആക്ട് നടപ്പാക്കിയേ പറ്റൂ. അതെ സാർ, നമ്മുടെ അയൽ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ആക്ട് നടപ്പാക്കിയില്ലേ? എടോ, അവരൊരു സ്ത്രീയാ, അവർക്ക് എന്തു ആകാം. അവരെ തൊട്ടാൽ പീഡനം, സ്ത്രീ പീഡനം. എന്നെ തട്ടിയാ എന്റെ കുടുംബത്തിന് പോയി. സാർ, സാറിന് ഒരു പോറൽ പോലും സംഭവിക്കില്ല. ഇതിപ്പോ പോറലല്ലോ, ഓട്ടയല്ലേ വീഴാൻ പോണത്. ഓട്ട ഈ വെടിയുണ്ടിയും കത്തിയൊക്കെ കയറുമ്പോണ്ടാവണം ഓട്ട. സാർ, ഞാൻ പറയുന്ന താൻ എന്ത് പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല. ഇതൊക്കെ തനിക്ക് മുൻപരിചയം ഇല്ലാത്തോണ്ട് തോന്നുന്നു മണ്ടത്തരാ. എങ്കിൽ പിന്നെ സാർ ഒരു കാര്യം ചെയ്യും, മുൻപരിച്ചുള്ള ആരെങ്കിലും വെച്ച സാർ അങ്ങോട്ട് ഭരിച്ചോ. ഞാൻ രാജിവെക്കാൻ പോവാ. നീ എനിക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കുന്ന വർത്താനം പറയരുത്. നീ രാജിവെച്ച് പോയാ എന്റെ മന്ത്രിസഭ മൂക്കൂത്തി വീഴില്ലേ? എങ്കിൽ എന്റെ വഴിക്ക് വരേണ്ടി വരും. നീ പറയണേല് കാര്യമുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ നിനക്കൊരു കാര്യം അറിയില്ല. ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നിത്യോപയോഗ സാധനങ്ങളിൽ ഒന്നാണ് ഈ ഗുണ്ടകൾ. അതുകൊണ്ട് ഭരണകക്ഷിയും പ്രതിപക്ഷവും ഇതിന് സമ്മതിക്കില്ല. ഈ ബില്ല് നിയമസഭയിൽ പാസ്സാവൂല. അറിയാം സാർ, ആദ്യം നമുക്ക് മന്ത്രിസഭ കൂടി തീരുമാനിക്കാം. ഗവർണറെ കൊണ്ട് സ്പെഷ്യൽ ഓർഡിനൻസ് പുറപ്പെടുവിച്ച് ഈ ഗുണ്ട ആക്ട് നടപ്പിലാക്കാം. എന്നിട്ട് 6 മാസത്തിനുള്ളിൽ നമുക്ക് നിയമസഭയിൽ പാസ്സാക്കിയെടുത്താൽ മതി. ആ 6 മാസം മതി എനിക്ക് കേരളത്തിലെ സർവ്വ ഗുണ്ടായുസം തുടച്ചു നീക്കാൻ. താങ്ക് യു സാർ. എനിക്ക് വേണം. ഇതാ ചാവി. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ഓ ആയിക്കോട്ടെ. ഈ നാട്ടിലേക്ക് വരുമ്പോ മനസ്സ് നിറയെ സന്തോഷായിരുന്നു. ഇപ്പൊ ഇവിടുന്ന് പോകുമ്പോ എന്റെ നെഞ്ചു നീറ. എന്റെ മോൾക്ക് വന്ന മഹാഭാഗ്യം ഞാനായിട്ട് തട്ടിത്തെറിപ്പിച്ചല്ലോ എന്നോർക്കുമ്പോ ഇന്നിപ്പോ മഹാറാണിയെ പോലെ കഴിയേണ്ട നീ 100 വട്ടം ശപിച്ചിട്ടുണ്ടാവില്ലേ ഈ അമ്മേ? ഇല്ല അമ്മേ, അർഹിക്കാത്തത് ആഗ്രഹിക്കരുതെന്ന് കുഞ്ഞുനാളോട്ട് എന്റെ അമ്മയല്ലേ എന്നെ പഠിപ്പിച്ചത്. അമ്മ കേറ്.
നിർത്ത് വണ്ടി എടുക്കല്ലേ. എന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം? സ്കൂളിൽ ടെമ്പററി പോസ്റ്റ് ആയിരുന്നല്ലോ, അത് കഴിഞ്ഞു. ഇനിയിപ്പോ ആരാ ഉള്ള ഇവിടെ? ഞങ്ങൾ പോവാൻ നാട്ടിലേക്ക്. ഞാൻ ആ പഴയ പോസ്റ്റ് പെർമനന്റ് ആക്കി തന്നാലോ? വേണ്ട, എനിക്ക് പേടി എവിടെ ജീവിക്കാൻ. അവിടെ ചെന്ന് 10 കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തിട്ടാണെങ്കിലും ഞങ്ങൾ ജീവിച്ചോളാം. ഞാൻ അതല്ല ഉദ്ദേശിച്ചേ. അന്ന് ദേവികമ്മ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും എനിക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല. കാരണം പറയത്തക്ക പണിയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പം എനിക്ക് ചെറിയൊരു ജോലിയുണ്ട്, ഇവിടുത്തെ ഹോം മിനിസ്റ്ററാ. സ്ഥിരം ജോലിയൊന്നല്ലെങ്കിലും 2 വർഷം തികച്ച MLA പെൻഷൻ കിട്ടും. പിന്നെ ഒരു ജോലി തനിക്കും കൂടി ഉണ്ടെങ്കിൽ ഒരു കുടുംബം സുഖമായിട്ട് കഴിഞ്ഞു പോക്കോളും. എന്തൊന്നും മിണ്ടാത്ത രണ്ടുപേരും? മന്ത്രിയായെന്ന് കരുതി എൻ്റെ ഇഷ്ടങ്ങൾക്ക് മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ. അമ്മേ, ഒരിക്കൽ കൂടി ഞാൻ ചോദിക്കുക, എനിക്ക് കല്യാണം കഴിച്ച് തന്നൂടെ ഇവിടെ? ആരാ സാക്ഷികൾ? ഒരു സാക്ഷിയുണ്ടേ, ഒന്ന് മറക്കേ സാറേ. ജോസഫ് വർക്കി, കുണ്ടാലി തെക്കേതിൽ, ചിറ്റാരിക്കര. ഈ ധന്യ മുഹൂർത്തത്തിന് സാക്ഷിയാകാൻ ഒരവസരം എനിക്ക് തരണം. ദാ ഇവിടെ. അങ്ങോട്ട് മാറി നിൽക്കണോ? മാറിയിക്കാൻ പറഞ്ഞപ്പോ ഓക്കെ. തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ നിർത്തി ഇനിയുള്ള കാലം ഒരു നല്ല മനുഷ്യനായിട്ട് ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. നല്ലതാ. മന്ത്രിയോടൊപ്പം നടന്നില്ലെങ്കിൽ വീട്ടിലും നാട്ടിലും ഒരു പട്ടിയുടെ വില പോലും എനിക്ക് കിട്ടില്ല. എന്നെ കൈവെടിയരുത്. ഞാനൊന്ന് ആലോചിക്കട്ടെ. എന്താ ഈ പത്രക്കാരും പോലീസുകാരും കാണിക്കുന്നത്? മന്ത്രി വൈഫ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിക്കോട്ടെ. ഇന്നത്തെ കൊരകന്റെ പൂമാല കിട്ടിയ പോലെ തിരക്ക് ഉണ്ടാക്കണ എന്താന്നാ ഞാൻ ഉദ്ദേശിച്ചേ. വഴി കൊടുക്ക്. ഈ പാവപ്പെട്ട പെൺകുട്ടിയെ വിവാഹം കഴിച്ചത് പഴയ ബാല്യക്കാരുടെ മകളോട് ബാല്യകാലത്തിൽ തോന്നിയ കടുത്ത പ്രേമം കൊണ്ട് തന്നെയാണോ? നാട്ടുകാർ മുഴുവൻ നോക്കി നിൽക്കെ ഒരു ഗുണ്ട പഴപ്പിച്ച ഈ പെണ്ണിന് ജീവിതം നൽകിയത് ജനസിമ്പതി നേടി പ്രശസ്തി പിടിച്ചു പറ്റാൻ വേണ്ടിയല്ലേ? വിട് സാറേ. ഹേയ്, പത്രക്കാരോട് ഇങ്ങനെയൊക്കെയാണോ? അതിനുള്ള മറുപടിയൊക്കെ ഞാൻ പറഞ്ഞോളാം. അനന്തുമാർ വാ. കളി എന്നോടോ? തന്നെ പോലുള്ള മഞ്ഞപ്പത്രക്കാർക്ക് എന്തു എഴുതി പിടിപ്പിക്കാം. സ്വന്തം കൂടപ്പിറപ്പുകളുടെ കിടപ്ര കഥകൾ വരെ. ആ സർക്കിൾ ഇൻസ്പെക്ടർ വിജയൻ സാറ് അവിടെ വെച്ച് അനന്തകുമാറിനിട്ട് 2 പൊട്ടിച്ചിരുന്നെങ്കിൽ നിങ്ങൾ പത്രക്കാരെ എഴുതി പിടിപ്പിക്കും ആഭ്യന്തരമന്ത്രി അധികാരം ദുർവിനിയോഗം ചെയ്തു എന്ന്. അതൊക്കെ ചീപ്പായി പോവില്ലേ? പക്ഷെ ഒരു ഭാര്യയെക്കുറിച്ച് പറയുമ്പോൾ ഭർത്താവ് കുറച്ച് ചീപ്പായാലും വലിയ കുഴപ്പമൊന്നുമില്ല അല്ലടാ അനന്തകുമാറെ. സാറൊന്നും കണ്ടിട്ടില്ല, അനന്തകുമാറൊന്നും കൊണ്ടിട്ടുമില്ല. താടി ഉള്ളതുകൊണ്ട് പാടറിയില്ല. കല്യാണം കഴിഞ്ഞ് വധുവരന്മാർ ഇങ്ങോട്ട് എഴുന്നള്ളുന്നുണ്ടെന്ന്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവരെ ഈ പടി കയറ്റിയ ആ നിമിഷം ഞങ്ങൾ ഈ പടി ഇറങ്ങും. അതിലൊരു മാറ്റവും ഇല്ല. അമ്മേ, എത്തി. IAS IPS കയറി വന്ന ഈ വീട്ടിലേക്ക് ഇവിടുത്തെ വാലിക്കാരിയുടെ മോളെ കെട്ടിക്കൊണ്ട് കയറി വരാൻ നാണമില്ലടാ നിനക്ക്? ഈ കെട്ടിലമ്മേ മന്ത്രിമന്ദിരത്തിലേക്ക് കെട്ടി എഴുന്നള്ളിക്കാൻ വരുന്നില്ലേ? അതെ, അത് തന്നെയാണ് ഉദ്ദേശം. ആഭ്യന്തരമന്ത്രിയുടെ ഭാര്യ മന്ത്രിമന്ദിരത്തിൽ തന്നെയാ താമസിക്കേണ്ടത്. അല്ലാതെ അച്ചുവീട്ടിൽ അട്ടിപ്പേറ് കിടക്കുന്ന ഭർത്താക്കന്മാരുള്ള സ്ഥലത്ത് ഞങ്ങൾ താമസിക്കുമെന്ന് കരുതിയോ? ഇപ്പൊ ഞങ്ങളിവിടെ വന്നത് എന്നെ സ്നേഹിക്കുന്ന എന്റെ അമ്മയുടെ അനുഗ്രഹം വാങ്ങിക്കാനാ. വാ മോളെ, വലതുകാല് വെച്ച് ഐശ്വര്യമായിട്ട് കയറി വാ. ആ പടി ഔട്ടി പോരുത്. അച്ഛനെ എതിർത്ത് പറഞ്ഞും അച്ഛന്റെ നെഞ്ചത്ത് കുതിര കയറിയും അച്ഛനെ തോപ്പിച്ചും നീ ഒരു മന്ത്രി കസേര ഒപ്പിച്ചെടുത്തു. ആ പക മനസ്സിൽ കിടന്ന് നീറുമ്പോഴാ എനിക്ക് കണ്ണെടുത്താ കണ്ടുകൂടാത്ത ഒരുത്തിയുടെ കൈയും പിടിച്ച് നീ കുടുംബത്തിലേക്ക് കയറി വന്നിരിക്കുന്നത്. നീ മന്ത്രിയാണെ എനിക്ക് പുല്ലടാ. അച്ഛൻ ചവിട്ടി പുറത്താക്കി ഇന്ന് പത്രക്കാരെ കൊണ്ട് എഴുതിക്കാണ്ട് ഇറങ്ങി പോടാ. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നേ? നീ മിണ്ടി പോരുത്. അമ്മേ, ഇതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാ
ഞാൻ ഇവളെയും കൂട്ടി ഇങ്ങോട്ട് വന്നത് അമ്മയുടെ നിറഞ്ഞ കണ്ണുകൾ കാണുമ്പോൾ എനിക്കറിയാം എൻ്റെ അമ്മ നിറഞ്ഞ മനസ്സോടെ ഞങ്ങളെ സ്വീകരിച്ചു എന്ന്. അനുഗ്രഹം ഉണ്ടാവണം, അത് മാത്രം മതി. വാ. ഈ വീട്ടിലെ അച്ഛനും അമ്മയും പി എയും എല്ലാം ഞാനാ. ഐശ്വര്യമായിട്ട് വലത് കാലം വെച്ചകത്ത് കയറിക്കേ. മാറി നിൽക്കണോ? എൻ്റെ ഈശോയെ നന്മ വരുത്തണമേ. ഇനിയെങ്കിലും അവരെ അവരുടെ മാത്രം ലോകത്തിലേക്ക് വിട്ടുകൂടെ? മന്ത്രിക്കുമില്ലേ ഫസ്റ്റ് നൈറ്റ് റൊമാൻസും ഒക്കെ? പ്ലീസ് എല്ലാവരും ഒന്ന് പുറത്തേക്ക് ഇറങ്ങും. പ്ലീസ് പ്ലീസ്. പറയുന്ന കേൾക്കൂ പ്ലീസ്. ജോസഫേട്ടാ, മന്ത്രി എങ്ങോട്ടാ ഹണിമൂണിന് പോകുന്നു? ഹണിമൂൺ? എടോ, ജയിലുകളൊക്കെ താൻ പിടിച്ച ഗുണ്ടകളെ കൊണ്ട് ഫുള്ളാ. 3 സെൻട്രൽ ജയിലുകളിലും ഹൗസ്ഫുൾ ബോർഡ് എഴുതി തൂക്കിയിട്ടിരിക്കുക. ആ ഗുണ്ടകൾക്കൊക്കെ ഉണ്ട കൊടുക്കാൻ തന്റെ അച്ഛൻ കട്ടുണ്ടാക്കിയ കാശ് കൊണ്ടുവരോ? പോലീസ് ഇപ്പൊ അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു. ഈ മൂത്രം ഒഴിച്ചിട്ടല്ല ജീപ്പ് ഓടുന്നത്, പെട്രോൾ ഒഴിച്ചിട്ടാ. കേരളം ഭരിക്കുന്ന CM ഇങ്ങനെ ഒരു കോമാളിയാ വരുന്നത്. അതേടാ, ഞാൻ കോമാളിയാ, സർക്കസിലെ കോമാളി. നീയല്ലേ ഇപ്പൊ എന്റെ റിംഗ് മാസ്റ്റർ. നീ ഇങ്ങോട്ട് ചാടാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് ചാടും, അങ്ങോട്ട് ചാടാൻ പറഞ്ഞാൽ അങ്ങോട്ട് ചാടും. ഒരു ദിവസം എല്ലാം കൂടി എന്റെ കയ്യിൽ നിന്ന് പോട്ടോ. നിന്റെ ഭരണപരിഷ്കാരങ്ങൾ ഇവിടെ നടപ്പാക്കണമെങ്കിലേ ഫണ്ട് വേണം, ഫണ്ട്. നിനക്കറിയോ, ഖജനാവിൽ ഇന്നാള് ഞാൻ കൈയിട്ട് നോക്കിയപ്പോഴേ കാലിയാ കാലി. MLA മാർക്കും മന്ത്രിമാർക്കും അടുത്ത മാസം ശമ്പളം കൊടുക്കണമെങ്കിലേ ADB-ന്നോ വേൾഡ് ബാങ്കിന്നോ ലോൺ എടുക്കണം. അതറിയോ? ഇതാണോ പ്രശ്നം? ഖജനാവ് നിറയ്ക്കാൻ വേണ്ടി ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുക്കണ്ട. നമ്മുടെ ഈ സംസ്ഥാനത്ത് തന്നെ ഒന്ന് ശ്രമിച്ചാൽ മതി. എന്നാ നീ പോയി ശ്രമിക്കേ. സാറിന്റെ ഈ പെർമിഷൻ മാത്രം മതി സാർ. താങ്ക് യു സാർ. ദേ പോണു എന്ത് മാരണാവോ ഉണ്ടാക്കി കൊണ്ടുവരാൻ പോണേ. ഈ കസേര പോകുന്ന തോന്നണേ. 15 വർഷങ്ങൾക്ക് മുമ്പ് ഈ മന്ത്രി ദിവാകരന് ഇലക്ഷനിൽ മത്സരിക്കാൻ കെട്ടിവെക്കാനുള്ള പണം പോലും പാർട്ടിക്ക് സംഭാവന ചെയ്യുന്നു. പക്ഷെ ഇന്ന് അയാൾക്ക് കൊട്ടാര സദൃശമായ ബംഗ്ലാവുകളും മെട്രോ നഗരങ്ങളിലെ ഷോപ്പിംഗ് കോംപ്ലക്സുകളും അടക്കം കോടികളുടെ ആസ്തിയുണ്ട്. രാജൻ ജോസഫ് എന്ന പേരുള്ള ഒരാളുടെ പഞ്ചനക്ഷത്ര ഹോട്ടലുകളാണിതെല്ലാം, 9 എണ്ണം. ഇങ്ങനെ ഒരാൾ ഈ ഭൂമി മലയാളത്തിലില്ല എന്നുള്ളതാണ് സത്യം. ബിനാമി പേരിലും മറ്റ് അഡ്രസ്സുകളിലും നമ്മുടെ എക്സ് മിനിസ്റ്ററും മുൻ പാർട്ടി പ്രസിഡന്റും ഒക്കെ ആയിരുന്ന ഗോപാലകൃഷ്ണ പിള്ളയുടെ ഹോട്ടലുകളാണിതെല്ലാം. ഏകദേശം 100 കോടിയോളം ആസ്തി വരുന്ന ഈ വസ്തുക്കൾക്ക് ആളോ അവകാശങ്ങളോ ഇല്ലാത്തതിനാൽ നമുക്കിത് ഗവൺമെന്റിലേക്ക് കണ്ടുകെട്ടാം. ഒന്ന് നിർത്തണോ? ലൈറ്റ് ഓൺ ചെയ്യ്. താൻ എന്തിനുള്ള പുറപ്പാടാ? സാർ, ഇതുപോലെ 100ഓളം പേരുടെ ബിനാമി ഇടപാടുകളും വൻ അഴിമതി കേസുകളും ഇവർ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ 25ഓളം പേർ രാഷ്ട്രീയ പ്രമുഖരാണ്. മാധവൻ നമ്പ്യാർ മുതൽ എന്റെ അച്ഛന് പങ്കാളിത്തമുള്ള ചെറാക്കുളം ഫൈനാൻസേഴ്സിന്റെ ഉടമ പവിത്രം വരെയുണ്ട് സാർ ലിസ്റ്റിൽ. ഏകദേശം 1500 കോടിയിലേറെ നമുക്ക് ഖജനാവിൽ നിറക്കാൻ കഴിയും. അത്തരം പറയലടോ ആഭ്യന്തര മന്ത്രി. ഇവരെ ഒന്നും നമുക്ക് തൊടാൻ പറ്റില്ല. മന്ത്രിസഭ നിലനിർത്താനും MLA മാരെ ചാക്കിട്ട് പിടിക്കാനും തെരഞ്ഞെടുപ്പിന് കോടികൾ വാരി വിതറാൻ കഴിവുള്ള പൊളിറ്റിക്കൽ കിങ് മേക്കേഴ്സ് ആണ് ഇവരൊക്കെ. എന്തായാലും ഇവർക്കെതിരെ ആഞ്ഞടിക്കാൻ തന്നെയാണ് എന്റെ തീരുമാനം. ആഞ്ഞടിക്കാൻ നീ ആരാ? കൊടുങ്കാറ്റോ അതോ കത്രീനയാ? സാർ, ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാല്, നീ എന്ത് പറഞ്ഞാലും അത് നടക്കില്ല. കോടതിയും നിയമവും മന്ത്രിസഭയും ഒക്കെ വിലക്ക് വാങ്ങാൻ ആസ്തിയുള്ളവരായിട്ട് ഒരു ഏറ്റുമുട്ടൽ ഞാൻ സമ്മതിക്കില്ല. വേണ്ട. സാറിനൊരു കാര്യം അറിയോ? നമ്മുടെ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് എത്ര കോടികളുടെ ആസ്തിയുണ്ടെന്ന്? തമിഴ്നാട്ടിലും കർണാടകത്തിലും ഒക്കെ ആയിട്ട് എത്ര ഏക്കർ ഭൂസ്വത്തുണ്ടെന്ന്? ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ച് ഇപ്പൊ കോടീശ്വരനായി ജീവിക്കുന്ന ആ മുഖ്യന്റെ കഥ ഞാനൊന്ന് വിവരിക്കാം സാർ. ലൈറ്റ്സ് ഓഫ്. ലൈറ്റ് ഓൺ. എന്ത് സാറിന് കാണണ്ടേ? നിർത്തടോ. കേരളം ഭരിക്കുന്ന ആ മുഖ്യമന്ത്രി ഞാനല്ലേ. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? അയ്യർ സാറേ, സാർ, അതുകൊണ്ട് കൊണ്ടുപോവാ. ദേവരന് അടുത്ത മാരണം. വിദേശ നിക്ഷേപങ്ങൾ വ്യവസായവൽക്കരണത്തിന് എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് എന്റെ ചർച്ചയ്ക്കായി മലയാളി സംഘടനകളുടെ പ്രത്യക്ഷണം സ്വീകരിച്ച് സാറും സാറിന്റെ PAയും അമേരിക്കയിലേക്ക് പറക്കുന്നു. ദാ, നിങ്ങൾക്ക് 2 പേർക്കുള്ള വിസയും ടിക്കറ്റും. ദിവാര സാറിന് കൂടുതലായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? എല്ലാം നോട്ട് ചെയ്തോളൂ. കിഴപ്പള്ളി സാർ ഒന്ന് സൈൻ ചെയ്യണം. പ്രതാപ്, ടേക്ക് ഇറ്റ് സർ. ഒരാളും പുറത്തു പോകരുത്. മിസ്റ്റർ പവിത്രൻ, we want search your office. എന്താ? ഇതാ സെർച്ച് വാറന്റ്. ടേക്ക് എ ലുക്ക്.
ആ ലോക്കറിന്റെ കീ എടുക്ക്. ആ ലോക്കർ തുറക്ക്. എന്തായി അതിനകത്ത് കുറച്ചെങ്കിലും വെച്ചേക്കണേ. ആ, പാടൂ. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, എന്തൊക്കെയായാലും ആഭ്യന്തരം രാജിവെക്കണം. 5 or 6 കോടി എഴുതിട്ടാണ് പ്രതിപക്ഷത്തുള്ള ഏതെങ്കിലും ഒരു ഘടകകക്ഷിയെ KDF ചേർത്ത് എണ്ണം തയ്ക്കണം. എന്നിട്ട് അവനെ പുകച്ച് പുറത്ത് ചാടി ചോടിക്കണം. അതിന് കാശ് എവിടോ? മർമ്മം നോക്കിയല്ലേ അവൻ കുത്തിയിരിക്കുന്നത്. വിഷം മേടിക്കാൻ പോലും കാശില്ലാത്ത അവസ്ഥയാ. എല്ലാം തൂത്തുവാരി ഖജനാവ് നിറച്ചിരിക്കല്ലേ അവൻ. എന്റെ 10 കോടി രൂപയല്ലേ പോയത്. ആ ഗോപാലകൃഷ്ണനായിട്ട് സ്വത്ത് മുഴുവൻ കണ്ടുകെട്ടി. ഒന്ന് പതുക്കെ പറയടോ, പുറത്ത് കേട്ടാല് പിടിച്ചകത്താക്കും. കള്ളപ്പണമാ. അവനെ അങ്ങ് തട്ടിക്കളഞ്ഞാ പോരെ. അതിന് പറ്റിയ വാടക ഗുണ്ടകൾ പോലും ഇന്ന് കേരളത്തിലില്ല. എല്ലാത്തിനും പിടിച്ച് അകത്താക്കില്ലേ. ഇനി ഇപ്പൊ ആരെങ്കിലും പുറത്തുനിന്ന് ഇറക്കിയാൽ തന്നെ അവരെയും പിടിച്ച് അവന്റെ പോലീസ് വെടിവെച്ചു കൊല്ലും. ആ വഴിയൊന്നും അത്ര എളുപ്പമല്ല. അവന്റെ ചിഹ്നത്തിന്റെ സ്വഭാവ സിംഹത്തിന്റെ. കാട്ടിൽ ആനയുണ്ട്, പുലിയുണ്ട്, കഴുതുണ്ട്. പക്ഷെ ആരാ കാട്ടിലെ സിംഹം? സിംഹം. അവൻ ആനയുടെ മഷിഷ്കം വരെ കേരടിക്കും. ഓ, അതൊന്നും നെറ്റിന്ന് മലയാളത്തിൽ പറഞ്ഞാ പോരോ. അയ്യ, അതൊക്കെ വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാർ പറഞ്ഞതാണ്. വിദ്യാഭ്യാസമുള്ളവർ പറയും മഷിഷ്കം. അമേരിക്കയിലേക്ക് ലൈൻ പോണു. സിഎമ്മിന്റെ മൊബൈൽ റിംഗ് ചെയ്യുന്നുണ്ട്. ഹലോ ഹലോ ഹലോ. കട്ടായി. എന്റെ മൊബൈലിൽ നിന്ന് വിളിക്കാം. ഞാൻ ഇന്നലെ കൂടി വിളിച്ചല്ലേ ഉള്ളൂ. പൊറ്റക്കുഴിയാണ്. ഹലോ, നിങ്ങൾ ക്യൂബിലാണ്? ഇല്ല, സത്യമായിട്ടില്ല. നിങ്ങൾ ക്യൂബിലാണ്. ദയവായി ഒരാഴ്ച കഴിഞ്ഞ് വിളിക്കുക. ശരിയാ, ക്ഷമിക്കണം. കിട്ടിയോ? നമ്മൾ ക്യൂവിലാണ്, ഒരാഴ്ച കഴിഞ്ഞ് വിളിക്കാൻ. നമ്മൾ ക്യൂവിലാന്ന് അമേരിക്കയിൽ എങ്ങനെയായിരുന്നു? ഏടോ, അമേരിക്ക വളരെ വലുതായി പോയില്ലേ. അവരെ മറ്റേ സുനാപ്പി വെച്ച് നോക്കിയാണ്. അവൻ രാഷ്ട്രീയ ആചാര്യന്മാരെ പോലും കളി പഠിപ്പിക്കുകയല്ലേ. അവനെതിരായി KDFന്റെ എല്ലാ MLA മാരും തിരിഞ്ഞു കഴിഞ്ഞു. ഇക്കണക്കിന് പോയാൽ ഈ മന്ത്രിസഭ താഴെ വീഴും. പ്രതിപക്ഷം ഭരണപക്ഷത്തിന്റെ തകർച്ച കണ്ട് മിണ്ടാതിരിക്കോ? അവനെന്ന് പത്രക്കാരോട് പറഞ്ഞില്ലേ, അച്ഛൻ നിരപരാധിയാണെന്ന് കോടതിയിൽ തെളിഞ്ഞാൽ പാർട്ടി ആവശ്യപ്പെട്ടാൽ മന്ത്രിസ്ഥാനവും MLA സ്ഥാനവും രാജിവെച്ച് അച്ഛന് വീണ്ടും അവസരം നൽകുമെന്ന്. അതിൽ പിടിക്കണം. പാർട്ടി ആവശ്യപ്പെടണം, അവനെ കൊണ്ട് രാജിവെപ്പിക്കണം. അതിന് അച്ഛൻ ഈ കേസ് ജയിക്കണം. അച്ഛന്റെ പേരിലുള്ള മണിമലയാർ കേസ് തള്ളിപ്പോയതുപോലെ ഈ കൊലക്കേസും തള്ളിപ്പോകും. ഈ കേസ് ഞാൻ ജയിപ്പിക്കും. അച്ഛന് വേണ്ടി ഞാൻ എന്തും ചെയ്യും. സാർ, ഇന്ന് രാവിലെയാണ് സംഭവം നടന്നത്. രാഷ്ട്രീയ വാക്കുതർക്കം മൂത്ത് സഹതടവുകാരൻ വെട്ടൂർ ശിവനെ കുത്തിക്കൊല്ലുകയായിരുന്നു സാർ. കൂർത്ത കമ്പി ഉപയോഗിച്ചാണ് പ്രതി കൃത്യം നടത്തിയത്. പ്രതിയെ കോടതിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് സാർ. ഒന്നുകിൽ ദൈവം അച്ഛനെ കേസിൽ നിന്ന് രക്ഷിച്ചു, അല്ലെങ്കിൽ അച്ഛൻ സമർത്ഥമായി സ്വയം രക്ഷപ്പെട്ടു. പ്രസാദ് വധക്കേസിൽ 1-ാം പ്രതി കൊല്ലപ്പെട്ട സാഹചര്യത്തിലും 2-ാം പ്രതിക്ക് 1-ാം പ്രതിയുമായുള്ള ബന്ധം സംശയാതീതമായി കോടതിക്ക് മുമ്പാകെ തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിയാത്തതിനാലും 2-ാം പ്രതി ബാലഗംഗാധര മേനോനെ കോടതി നിരുപാധികം വിട്ടയക്കുന്നു. ലക്ഷ്മി, ലക്ഷ്മി, അറിഞ്ഞോ നീ? ഞാൻ കേസ് ജയിച്ചടി. ഞാൻ നിരപരാധിയാണെന്ന് കോടതിക്ക് ബോധ്യായി. പത്രക്കാരുടെയും TV-ക്കാരുടെയും മുമ്പിൽ വെച്ച് നിന്റെ പുന്നാരമോൻ വീരവാദം മുഴക്കിയതല്ലേ. ഞാൻ നിരപരാധിയാണെന്ന് തെളിഞ്ഞാൽ എനിക്ക് വേണ്ടി മന്ത്രിസ്ഥാനം രാജിവെച്ച് ഒഴിഞ്ഞോളാമെന്ന്. നീ ചെന്ന് പറയടി അവനോട് രാജിവെക്കാൻ. നിങ്ങൾക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? ഭ്രാന്തായിരുന്നടി, അധികാരം കയ്യില്ലാത്തന്റെ ഭ്രാന്ത്. എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. നിങ്ങൾക്ക് ഇതുവരെ മന്ത്രിയായി കൊതി തീർന്നില്ലേ? ഇല്ല, എന്റെ ഏറ്റവും വലിയ ലഹരിയാ അധികാരം, മന്ത്രിസ്ഥാനം. മനസ്സിലാവില്ല നിനക്കൊന്നും. എനിക്ക് മന്ത്രിയായിട്ട് തന്നെ ജീവിക്കണം. മന്ത്രി കസേരയിൽ ഇരുന്ന് തന്നെ മരിക്കണം. നിനക്കറിയോ, അധികാരം നഷ്ടപ്പെട്ടത് മുതൽ മനസമാധാനത്തോടെ ഞാൻ ഉറങ്ങിയിട്ടില്ല. വീണ്ടും മന്ത്രിയാകുക എന്നുള്ള എന്റെ ഒരു വാശിയടി. നീ അവനോട് വാക്കുപാലിക്കാൻ പറയടി. ഇതൊക്കെ നേരിട്ട് ചെന്ന് പറഞ്ഞാ മതി. എന്താ നിനക്ക് പറഞ്ഞ?
എന്നെ കൊണ്ട് പറ്റില്ല, അത്ര തന്നെ. ഓ, മന്ത്രിസ്ഥാനം പോയതോടെ നിനക്ക് പിന്നെ വേണ്ടതായില്ലേ? എന്നെ അനുസരിക്കാൻ കഴിയില്ലെങ്കിൽ പൊയ്ക്കോ ആഭ്യന്തരമന്ത്രിയുടെ വീട്ടിലേക്ക്. ബാക്കിയുള്ള ജീവിതം മോന്റെ കൂടെ തന്നെ അവിടെ. അച്ഛാ, എന്താ അച്ഛാ ഇങ്ങനെ? അച്ഛനൊഴികെ ഈ നാട്ടിലെല്ലാവരും വാനോളം പുകഴ്ത്ത ഏട്ടന് ഇങ്ങനൊരു മന്ത്രിയെ കിട്ടിയതിൽ അഭിമാനിക്കുക. മക്കൾ തങ്ങളെക്കാൾ വലുതാവണമെന്ന് എല്ലാ അച്ഛനമ്മമാരുടെ ആഗ്രഹം. പക്ഷെ അച്ഛൻ അസൂയ. മകൻ തന്നേക്കാൾ വലുതാവുന്നുള്ള എന്റെ അസൂയ.